ലയണൽ മെസ്സിയുടെ പേരിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയ നികുതി വെട്ടിപ്പിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഉടൻ രൂപീകരിക്കും. കേസിൽ GST ഉദ്യോഗസ്ഥർ പ്രതികളാകും. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായിട്ടാണ് പ്രാഥമിക റിപ്പോർട്ട്. വെട്ടിപ്പ് മനസ്സിലാക്കിയിട്ടും നടപടിയെടുക്കാത്ത 3 GST ഉദ്യോഗസ്ഥർക്ക് അന്വേഷണ സംഘം ചാർജ് മെമ്മോ നൽകി. കോഴിക്കോട് GST ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ജോയിന്റ് കമ്മീഷണർ വത്സല, കാസർഗോഡ് ഡെപ്യൂട്ടി കമ്മീഷണർ V സജിത്ത്, കാഞ്ഞങ്ങാട് ഇന്റലിജൻസ് ഓഫീസർ K സജിനി എന്നിവർക്കെതിരെയാണ് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയത്. അച്ചടക്ക നടപടിക്ക് മുന്നോടിയായി ഉദ്യോഗസ്ഥർക്ക് അവരുടെ വാദം വിശദീകരിക്കാമെന്നും അന്വേഷണ സംഘം അറിയിച്ചു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ക്രമക്കേട് നേരിട്ട് വ്യക്തമായിട്ടും നടപടിയെടുക്കാത്തതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് അയച്ചത്. സ്പോൺസർക്ക് സമൻസ് അയച്ച് 7 മാസത്തോളം ഒരു നടപടിയും എടുത്തില്ല. കോടികളുടെ നികുതി വെട്ടിപ്പിന് നിസ്സാരമായി കണ്ടു എന്നതുൾപ്പെടെയാണ് ഉദ്യോഗസ്ഥർക്കെതിരായ കണ്ടെത്തൽ. ഈ 3 ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുന്നതല്ല തട്ടിപ്പിന്റെ വ്യാപ്തിയെന്നും വിവരമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് കേസ് അന്വേഷിക്കാൻ നീക്കം നടക്കുന്നത്. വിജിലൻസ് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയാകും പുതിയ അന്വേഷണ സംഘം. സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി 22.68 കോടി രൂപ അടയ്ക്കാത്തതിലാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത്. GST നിയോഗിച്ച 5 അംഗ പ്രത്യേക അന്വേഷണ സംഘം കാഞ്ഞങ്ങാട് നേരിട്ടെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. നിലവിലെ SIT അന്വേഷണത്തിന് പുറമെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തിയതിന് പുറമെയാണ് നികുതി വെട്ടിപ്പും പുറത്തുവരുന്നത്. ജനം, തിരുവനന്തപുരം. ലയണൽ മെസ്സിയുടെ പേരിലുള്ള തട്ടിപ്പുകളിൽ ആന്റോ അഗസ്റ്റിന് കുരുക്ക് മുറുകുകയാണ്. 2023-25 കാലത്തെ പണമിടപാടുകളിൽ അവ്യക്തത. ആന്റോ അഗസ്റ്റിന്റെയും റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെയും അക്കൌണ്ടുകൾ ED പരിശോധിക്കും. ദുരൂഹ പണമിടപാടുകളിൽ ED ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യും. അർജന്റീന ടീമിനെയും ഇതിഹാസ താരം ലയണൽ മെസ്സിയെയും കേരളത്തിലെത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചതു മുതലുള്ള പണമിടപാടുകളിലാണ് വ്യക്തത വരുത്തുക. പ്രാഥമിക വിവരശേഖരണത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെയും ഉടമ ആന്റോ അഗസ്റ്റിന്റെയും അക്കൌണ്ട് വിവരങ്ങളും ED പരിശോധിക്കും. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് പണം കൈമാറാൻ ഇടനിലനിന്ന അമേരിക്കയിലെ കളക്ഷൻ ഏജന്റുമായി നടന്നിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും ദുരൂഹമാണ്. കള്ളപ്പണ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം നേരിടുന്നവരാണ് ഈ ഏജൻസി. വിദേശ പണമിടപാടുകൾ, GST വിവരങ്ങൾ, ആദായ നികുതി സ്റ്റേറ്റ്മെന്റുകൾ എന്നിവയും അന്വേഷണ സംഘം പരിശോധിക്കും. ഇതിനൊപ്പമാണ് സ്പോൺസറുടെ അനുമതി രേഖകൾ തേടി ED റിസർവ് ബാങ്കിന് കത്തയക്കുന്നത്. ലയണൽ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് AFAയുമായി നടത്തിയ പണമിടപാടുകൾ RBI അനുമതിയോടെയാണെന്നായിരുന്നു സ്പോൺസർ ആവർത്തിച്ചിരുന്നത്. ഇതിനും രേഖകളില്ല. RBI അനുമതി ചോദിക്കുകയും ലഭിക്കുകയും ചെയ്തോ എന്ന് വ്യക്തമല്ല. ED അന്വേഷണം ശക്തമാകുന്നതോടെ ആന്റോ അഗസ്റ്റിനും കൂടുതൽ കുരുക്കിലാവുകയാണ്. ജനം, കൊച്ചി.